നമസ്കാരം. പ്രവിജാസ് വായനലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് AV റുബീന എഴുതിയ അത്രമേൽ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AV റുബീന. സന റുബീന, സന റബ്സ് എന്നീ തൂലികാ നാമങ്ങളിൽ എഴുതുന്നു. ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട്, മഹാരാജാസ് വിമൻസ് കോളേജ് ഈറോഡ്, ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി ഡിണ്ടിഗൽ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ഇപ്പോൾ ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയിൽ ഗവേഷണം ചെയ്യുന്നു. വിവിധ കോളേജുകളിൽ അധ്യാപനം. മാലിദ്വീപിൽ 7 വർഷം ഹ്യൂമൻ റിസോഴ്സസ് വകുപ്പിൽ കെമിസ്ട്രി അധ്യാപിക. ആദ്യ നോവൽ മേലോട്ട് പെയ്യുന്ന മേഘങ്ങൾ കോട്ടയം അക്ഷരസ്ത്രീ പ്രസിദ്ധീകരിച്ചു 2017. സ്വരാക്ഷരങ്ങൾ എന്ന കഥാസമാഹാരം 2019 കോഴിക്കോട് iBooks പ്രസിദ്ധീകരിച്ചു. രണ്ടാമത്തെ നോവൽ നീലച്ചിറകുള്ള മൂക്കുത്തി മലയാള മനോരമ ഹോർത്തൂസിൽ 2024 പ്രസിദ്ധീകരിച്ചു. ചോക്ലേറ്റ്, കലണ്ടർ, 4 മണിച്ചായ, മായ, വെയ്ട്രസ്, നീനു പ്രാണ, ടീച്ചർ, 6-ാം വിരൽ തുടങ്ങി നിരവധി കഥകൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്, കണ്ണാടിയുടുപ്പുകൾ, കലണ്ടർ, 4 മണിച്ചായ എന്നീ കഥകൾ ഡെയിലി ന്യൂസിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്. ഡെയിലി ന്യൂസ് വായനലോകത്തിൽ. നമ്മുടെ ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മളിവിടെ ജീവിച്ചത് വളരെ വേർത്ത്ഫുള്ളാണ്, അർത്ഥപൂർണമാണ് എന്ന് മനസ്സിലാക്കിക്കാതെ ഒരാളെയും നമ്മുടെ ഭൂമി തിരിച്ചയച്ചിട്ടില്ല. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരും, വളരെ നിശബ്ദമായിട്ടായിരിക്കും കടന്നു വരുന്നത്. എന്നിട്ട് അവരുടെ റോള് അതിഗംഭീരമായിട്ടങ്ങ് നടത്തിയിട്ട് വളരെ ഇൻവിസിബിളായിട്ട് അവരങ്ങ് മടങ്ങിപ്പോകും. സോ വീണ്ടും അവർ വരണമെന്നില്ല, ഒരു ചെറിയ സമയത്തേക്കായിരിക്കും അവർ വരുന്നത്. അതുവരെ നമുക്കുണ്ടായിരിക്കുന്ന ചില അഹങ്കാരങ്ങളുണ്ട്. ഞാനാണ് മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നത്, എൻ്റെ പ്രകാശത്തിലാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്, ഞാനാണ് നിങ്ങളെ വഴി നടത്തുന്നത് എന്നൊക്കെയുള്ള ചിലതരം അഹങ്കാരങ്ങളുണ്ടായിരിക്കും അതുവരെ നമ്മുടെ മനസ്സിൽ. അതിനെ എല്ലാം നിലംപരിശാക്കിയിട്ട് സ്നേഹത്തിൻ്റെ മഹാ അഭിഷേകം നമ്മുടെ നെറുകിലേക്ക് ഇട്ട് തന്നിട്ട് അവരുടെ റോൾ അങ്ങ് ഗംഭീരമായി നടത്തിയിട്ട് അവരങ്ങ് പോവും. അത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അത് മനസ്സിലാവുന്നത്. ഓ, ഇത്രമേൽ ഞാൻ സ്നേഹിക്കപ്പെട്ടിരുന്നോ, അത്രമേൽ സ്നേഹിക്കപ്പെടാൻ ഞാൻ അർഹതയുണ്ടായിരുന്നു എനിക്ക് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരു മനുഷ്യരെങ്കിലും, അങ്ങനെയുള്ള ഒരു സന്ദർഭമെങ്കിലും ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കഥയാണ് അത്രമേൽ എന്ന കഥ. പ്രവിജ എന്നോട് ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്നാലും ഈ കഥയുടെ ഒരു സന്ദർഭം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രവിജയുടെ വായനാലോകം സ്റ്റോറി, അതിലേക്ക് ഞാൻ ഈ കഥ കൊടുക്കുന്നുണ്ട്. പ്രവിജയുടെ വായനാലോകം സ്റ്റോറി വളരെ വിജയത്തോടെ മുന്നേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ അത്രമേൽ എന്ന കഥ നിങ്ങളെല്ലാവരും കേൾക്കണം. അതുപോലെ ഒരാളെ നിങ്ങളും സമ്പാദിക്കണം. ഓക്കെ. ഇന്ന് വായനാലോകത്തിൽ അത്രമേൽ എന്ന കഥ AV റുബീന എഴുതിയത്. ഇത് അവരുടെ സ്വരാക്ഷരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഈ പുസ്തകത്തിൽ സന റബ്സ് എന്നാണ് തൂലികാനാമത്തിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അത്രമേൽ. വളരെ അഴകുള്ളൊരു സാരിയായിരുന്നു അത്. എടുത്ത് ഭംഗി ആസ്വദിച്ച് അവിടെ തന്നെ മടക്കി വെച്ചത് കണ്ടപ്പോൾ ലാലിനി അക്ക ചോദിച്ചു, എന്താ അക്ക, അതൊടുക്കുന്നില്ലേ? നല്ല സാരിയല്ലേ? ഞാൻ പറഞ്ഞു, ഇത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് നേരം വേണ്ടേ ലാലിനി അക്ക? ക്ലാസ് ഇല്ലാത്ത ഒരു ദിവസം ഉടുക്കാം, ഇന്ന് യൂണിഫോം തന്നെ മതി. ഏയ്, ഇന്ന് ഉടുക്കണം, ഇന്ന് നിങ്ങളുടെ പിറന്നാളല്ലേ? ലാലിനി അക്ക നിർബന്ധിച്ചപ്പോൾ ആ സാരി തന്നെ ഉടുക്കാമെന്ന് തീരുമാനിച്ചു. ദിണ്ടിഗലിലെ ഗാന്ധിഗ്രാമത്തിൽ ഞാനെന്ന് MEd ചെയ്യുന്ന കാലം. ശ്രീലങ്ക സർക്കാരിൻ്റെ NGO പ്രോഗ്രാമിലെ സ്റ്റാഫാണ് ലാലിനി. സോഷ്യൽ വർക്കറായ അവരും ഞാനുമായിരുന്നു അന്ന് മുറി പങ്കിട്ടിരുന്നത്. MSWയിൽ PhD ചെയ്യുന്ന ലാലിനി അക്ക എന്നേക്കാൾ വളരെ മുതിർന്നതായിട്ടും എന്നെയും അക്ക എന്നാണ് വിളിച്ചിരുന്നത്. എന്നെ പേര് വിളിക്കാൻ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ വല്ലായ്മയോടെ പറഞ്ഞു, എനിക്കത് മുടിയാതക്ക, ഞാൻ ഇപ്പിടിയേ കൂപ്പിടുന്നേൻ, പരവാല താനേ എന്ന്. ഞാൻ അപ്പോൾ ഓർത്തത് തമിഴരുടെ വിനയത്തെക്കുറിച്ചായിരുന്നു. കണ്ടുമുട്ടിയവരിൽ ഭൂരിഭാഗം പേരും വളരെ എളിമയോടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടിട്ടുള്ളൂ.
തലേന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു എൻ്റെ ജന്മദിനത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് രാവിലെ നന്നായി ഒരുങ്ങാൻ നിർബന്ധിക്കുന്നത്. സാരി ഉടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഓടിപ്പോയി മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്നു. തലയിൽ ചൂടിത്തന്നു. ഹോസ്റ്റലിന് പുറത്ത് ഒരു തമിഴ് പാട്ടി മുല്ലപ്പൂ വിൽക്കുന്നുണ്ട്. പൊതുവെ കളർ കോമ്പിനേഷൻ ഒന്നും കാര്യമായി ശ്രദ്ധിക്കാത്ത ഞാനന്ന് നന്നായി ഒരുങ്ങി സുന്ദരിയായി ക്ലാസ്സിൽ പോയി. വൈകുന്നേരം മുറിയിൽ വന്നപ്പോൾ ശിവകാമിയുമുണ്ട്. ചേച്ചി ചേച്ചി, പുരന്തനാൾ വാഴ്ത്തുകൾ. അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പാർട്ട് ടൈം PhD ചെയ്തിരുന്ന ആ കുട്ടി വല്ലപ്പോഴുമേ മുറിയിലുണ്ടാകൂ. ഞാൻ ചേച്ചിക്ക് ഒരു സമ്മാനം തരാം. ചേച്ചി ഫ്രഷായി വരൂ, അപ്പോൾ തരാം, അവൾ പറഞ്ഞു. എന്താണെന്ന് മനസ്സിലായില്ല. എനിക്കറിയാം സ്നേഹം തുളുമ്പുന്ന എന്തെങ്കിലും അവൾ കൊണ്ടുവന്നിരിക്കുമെന്ന്. ഒന്നുകിൽ അവളുടെ വീട്ടിലുണ്ടാക്കിയ മുറുക്ക്, അല്ലെങ്കിൽ അവരുടെ തോട്ടത്തിലുണ്ടാകുന്ന മാങ്ങ, പേരയ്ക്ക, അല്ലെങ്കിൽ കുറച്ച് മുല്ലപ്പൂ. അങ്ങനെ അവളുടെയും കുടുംബത്തിൻ്റെയും സ്നേഹ സമ്മാനങ്ങൾ എപ്പോഴും എന്നെയും ലാലിനി അക്കയെയും തേടി വന്നിരുന്നു. എനിക്കാണെങ്കിൽ അവർക്കായി കാര്യമായി ഒന്നും കൊടുക്കാൻ കഴിയാറില്ല. ആകെ ചെയ്യുന്നത് ഉമ്മയുടെ അനിയത്തി, ഞങ്ങൾ മേമ എന്നാണ് വിളിക്കാറ്, ഉണ്ടാക്കുന്ന മൂടി തുറക്കും മുന്നേ നാവിനെ മാത്രമല്ല നവമുകുളങ്ങളെയും ത്രസിപ്പിക്കുന്ന വിവിധതരം അച്ചാറുകളിൽ ചിലത് കൊണ്ടുവന്ന് അവർക്കും കൊടുക്കും എന്നത് മാത്രം. ഞാൻ ഏത് ഹോസ്റ്റലിൽ നിന്നാലും അവിടെ മേമയുടെ അച്ചാറുകൾ പ്രസിദ്ധമായിരുന്നു. കുളിച്ചു വന്നപ്പോൾ ശിവകാമിയുടെ കൂടെ PGക്ക് പഠിക്കുന്ന കുമുദിനിയുമുണ്ട്. എന്നോടവർ 2 കൈയും നീട്ടാൻ പറഞ്ഞു. നോക്കുമ്പോൾ കുമുദിനി വന്നിരിക്കുന്നത് അരച്ച മൈലാഞ്ചിയും ഒരു പ്ലാസ്റ്റിക് കൂടുമായിട്ടാണ്. ചേച്ചി, ചേച്ചിയുടെ ഇന്നത്തെ ദിവസത്തിനുള്ള സമ്മാനമാണിത്. ചേച്ചിയുടെ 2 കൈയിലും നിറയെ മൈലാഞ്ചി ഇട്ടു തരാം. ഇതാണ് ഞങ്ങളുടെ പുരന്തനാൾ സമ്മാനം. അവർ 2 പേരും മത്സരിച്ച് ഒരേ ഇണത്തിൽ പറഞ്ഞു. എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അതുവരേക്കും ഇതിലും മനോഹരമായൊരു സമ്മാനം ജന്മദിനത്തിന് കിട്ടിയതായി ഓർമ്മയില്ല. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ കൈമുട്ടിന് താഴെ മുതൽ വിരൽത്തുമ്പ് വരെ അതിമനോഹരമായ ഒരു പല്ലക്കും രാജകുമാരിയും തെളിഞ്ഞു വന്നു. ഞാൻ നിർനിമേഷയായി നോക്കിയിരുന്നു. എനിക്കറിയാം കുമുദിനി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന്. അവൾ കൈനിറയെ മൈലാഞ്ചി ഇട്ടുകൊടുത്താൽ 800 മുതൽ 1000 രൂപ വരെ ഫീസ് കിട്ടും. പോകാൻ നേരം ഞാൻ അവളോട് പറഞ്ഞു, കുമുദം, നീ ഒന്നും വിചാരിക്കരുത്, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരട്ടെ. നീ പുറത്തു പോയി ചെയ്താൽ നിനക്ക് നിറയെ പൈസ കിട്ടുമല്ലോ. ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടെന്ന് തോന്നിപ്പോയി. ആ കുട്ടിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അക്ക, നിങ്ങൾ എൻ്റെ സ്വന്തം അക്ക മാതിരി. ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ഇനി അടുത്ത ജന്മദിനം വരുമ്പോൾ നിങ്ങൾ പറയില്ലേ, ഒരു കുട്ടി ഇങ്ങനെ ഒരു സമ്മാനം തന്നിരുന്നു എന്ന്. കൈ നിറയെ ഒരു പെണ്ണ് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ ഒരു നാളിൽ മൈലാഞ്ചിയിട്ട് തന്നിരുന്നു എന്ന്. അത് മതിയക്ക. എന്നെ ആ സമയത്ത് ഓർത്താൽ മാത്രം മതി. എനിക്കത്രയും ഇഷ്ടമാണ് അക്കയെ. അവർ കണ്ണിൽ നിന്നും മറയുന്നത് കണ്ണുനീർ മറച്ച കാഴ്ചയോടെ ഞാൻ നോക്കി നിന്നു. എൻ്റെ കൈകളിൽ നിന്നും ഒരിക്കലും മായരുതെന്ന് ഞാൻ ആഗ്രഹിച്ച സ്നേഹക്കറകൾ. അന്ന് വൈകുന്നേരം ലാലിനിയക്ക വരുമ്പോൾ ചെറിയ 50 പൈസ കവറിൽ ഒരു പൊതിയുണ്ടായിരുന്നു. കടും നിറമുള്ള ഞാവൽപ്പഴങ്ങൾ. ഗാന്ധിഗ്രാമിൻ്റെ മുന്നിലൂടെ പോകുന്ന റെയിൽവേ ക്രോസിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പഴങ്ങൾ വിൽക്കുന്ന പാട്ടിമാരിൽ നിന്നും 10 രൂപ കൊടുത്ത് വാങ്ങിയത്. ഓരോ ഞാവൽപ്പഴവും നാവിൽ വെണ്ണ പോലെ അലിഞ്ഞിറങ്ങുമ്പോൾ നെഞ്ചിൽ ഒരു കടച്ചൽ വന്ന് തള്ളിക്കൊണ്ടിരുന്നു. ഇത്രയും ഇവരെല്ലാം എന്നെ സ്നേഹിച്ചിരുന്നെന്നോ? പിറ്റേന്ന് ഇടയ്ക്കിടെ അലട്ടാറുള്ള തലവേദനയോടുകൂടിയാണ് എഴുന്നേറ്റത്. ഉച്ചയായപ്പോൾ ക്ലാസ്സിൽ നിന്നും തിരികെ പോന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് വെളിച്ചവും സ്വരവും ഇല്ലാത്തിടത്ത് തലച്ചോറ് അടച്ചു വെച്ച് കിടക്കാൻ ശരീരം വെമ്പുന്നു. മുറിയിലേക്ക് എത്തും മുമ്പേ ലാലിനിയക്ക പറഞ്ഞു. മുറിയിലേക്കെത്തും മുൻപേ ലാലിനിയക്ക പാഞ്ഞു വരുന്നു. നമ്മുടെ കുമുദിനി മരച്ചുവട്ടിലിരുന്ന് ലഞ്ച് കഴിക്കുമ്പോൾ എന്തോ ആഹാരത്തിൽ വീണു. അവൾ അതറിയാതെ മുഴുവനും കഴിച്ചു. ഇപ്പോൾ ദേഹം മുഴുവനും നീലിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വന്നിട്ടുണ്ട് എന്ന്. ഞങ്ങൾ 2 പേരും തിരിഞ്ഞോടി. അപ്പോഴേക്കും ആംബുലൻസ് പോയിരുന്നു. പാമ്പ് കടിച്ചതുപോലെ ദേഹം നീര് കെട്ടി നീല നിറത്തിൽ വീർത്ത് ICUവിൽ ബോധമില്ലാതെ അവൾ കിടന്നു. പിന്നീട് കൂട്ടുകാർ ക്യാമ്പസും മരവും അരിച്ചു പെറുക്കിയെങ്കിലും
പാമ്പിൻ്റെ പൊടി പോലും കണ്ടില്ല. പക്ഷേ മരത്തിൽ വലിയ ബ്രൗൺ നിറത്തിൽ പ്രത്യേകതരം ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ചിലർ ആ ഉറുമ്പിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവളുടെ വീട്ടിൽ നിന്നും അവൾ എത്തും വരെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നു. അന്ന് ലാലിനിയക്കയുടെ പ്രോജക്റ്റ് ഇൻസ്പെക്ഷൻ ആയതിനാൽ അവർക്കന്ന് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ICUവിന് പുറത്ത് പൊട്ടിപ്പൊളിയുന്ന തലയുമായി, എന്നാൽ അതിലുപരി അകത്ത് കിടക്കുന്ന കുമുദത്തിൻ്റെ അവസ്ഥ വിശ്വസിക്കാൻ കഴിയാതെയും ഞാൻ കാവലിരുന്നു. എന്താണ് കടിച്ചത്? പാമ്പോ അതോ മറ്റെന്തെങ്കിലുമോ? കണ്ണുകളിലും തലച്ചോറിലും കടന്നലുകൾ കുത്തിപ്പൊളിക്കും മാതിരി വേദന. രാവിലെ അവളുടെ വീട്ടുകാരെത്തി. അപ്പോഴേക്കും അപകടനില തരണം ചെയ്തിരുന്നു. പാമ്പിൻ വിഷമല്ലെന്നും മരത്തിൻ്റെ കറയും ഉറുമ്പിൻ്റെ ശരീരസ്രവവും കൂടിക്കലർന്ന വസ്തുവാണ് അവളുടെ ദേഹത്ത് വിഷമായി പ്രവർത്തിച്ചതെന്നും റിപ്പോർട്ട് വന്നു. മരത്തിൽ നിന്നും ഇതെല്ലാം ഭക്ഷണത്തിൽ വീണതറിയാതെ അവളത് മുഴുവൻ കഴിച്ചതാണ് ഇത്രയും നില വഷളാക്കിയത്. പാവം കുട്ടി. പിന്നീട് അവൾ എല്ലാം ഭേദമായി തിരികെ വന്നു. പിന്നെയും ഒരുമിച്ച്. ഒടുവിൽ എല്ലാവരും പഠനം കഴിഞ്ഞു ഓരോ വഴികളിൽ പിരിഞ്ഞുപോയി. ഞാൻ തമിഴിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണെന്ന് പറഞ്ഞ് എന്നോട് ഇംഗ്ലീഷിൽ പറയണമെന്ന് നിർബന്ധിക്കുന്ന ലാലിനിയക്ക. ഞാൻ ഉറങ്ങിപ്പോയെങ്കിൽ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ലൈറ്റിടാതെ ഇരുട്ടിൽ പതിയെ വന്ന് കിടന്ന് ഉറങ്ങുന്ന അവർ. ഹോസ്റ്റലിൽ കുട്ടികൾ കുറവായതിനാൽ മെസ്സ് അടച്ച കാലങ്ങളിൽ ശാപ്പാട് വാങ്ങിത്തന്നിരുന്ന കന്ദസാമി അണ്ണൻ. പൈസ നീട്ടുമ്പോൾ നീയേ വെച്ചുക്കോ, എനിക്കെതുക്ക് നിന്റെ പൈസ, ഞാൻ ഗുരുവായൂർ വരുവേൻ, അന്നേക്ക് ശാപ്പാട് കൊടുത്താൽ പോതും എന്ന് പറഞ്ഞ് തൻ്റെ തലയിലെ കറുത്ത മുണ്ടും അഴിച്ചു കെട്ടി നടന്നു പോകുന്ന ആ മനുഷ്യൻ. ഒരിക്കൽ മുറിയിലേക്ക് നടന്നു വന്ന ശബ്ദം കേട്ടുണർന്ന എന്നെ ഉണർത്താതിരിക്കാനായി എന്നും രാത്രിയിൽ സോക്സ് ധരിച്ച് ശീലിച്ച ശിവകാമി. ഏതോ ഒരു നാളിൽ വയറുവേദനിച്ച് പുളയുന്നത് കണ്ട് ചുക്കുകാപ്പി ഉണ്ടാക്കിക്കൊടുത്തതിന് ആ വർഷം മുഴുവൻ 4 മണിച്ചായയും പലഹാരവും എൻ്റെ മുന്നിലെത്തിച്ച ഉമാമഹേശ്വരി. ഓരോ ജന്മദിനത്തിനും ഇവരെല്ലാം ഓർമ്മയിൽ വിരുന്നു വന്നു. ഒരിക്കലും ഇനി ഇവരെ കാണുകയില്ലല്ലോ എന്ന വല്ലാത്തൊരു നോവോടെ. മധുരയിലെ മാടത്താവണി ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ വിളിക്കുന്നു, സിസ്റ്റർ സിസ്റ്റർ. തിരിഞ്ഞു നോക്കുമ്പോൾ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കപ്പുറം റോഡിനരികിൽ ഒരു സ്ത്രീ കൈവീശുന്നു. അവർ ഇങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് അങ്ങോട്ട് കടക്കേണ്ടതുള്ളതിനാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് ആംഗ്യം കാണിച്ചു. അടുത്തെത്തിയപ്പോഴും പെട്ടെന്ന് മനസ്സിലായില്ല. നിറയെ വരയും ചിത്രങ്ങളും നിറഞ്ഞ സാരി അല്പം തമിഴ് സ്റ്റൈലിൽ ഉടുത്ത്, മുടി പറ്റ ചീകി, പൂ ചൂടി, കവിളിൽ മഞ്ഞൾ തേച്ച്, 2 കുഞ്ഞുങ്ങളെയും വിരലിൽ തൂക്കി ആരോ ഭൂതകാലത്തിൻ്റെ പടിവാതിലിൽ നിന്ന് എൻ്റെ പൂമുഖത്തേക്ക് കയറി വന്നിരിക്കുന്നു. ഞാനൊരു ചിരിയോടെ ഓർത്തെടുക്കാൻ പാടുപെട്ടു. അക്ക മനസ്സിലായില്ല, അക്ക മനസ്സിലായില്ലേ എന്നെ? ഞാനാ കുമുദിനി. അക്കയെ ഓർക്കാത്ത ഒരു നാളുമില്ല. അതാണ് കണ്ടയുടനെ മനസ്സിലായത്. അവർ പറഞ്ഞപ്പോൾ വിസ്മയം പൊട്ടിയ ചിരിയോടെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. നീ കൊഞ്ചം തടി വെച്ച്, ഞാൻ പറഞ്ഞു. ഞാൻ മറന്നു തുടങ്ങിയ തമിഴിൽ പറഞ്ഞു. നീ എന്താ ചെയ്യുന്നേ? ഭർത്താവ് എവിടെ? സുഖമാണോ? ജോലിയുണ്ടോ? എല്ലാറ്റിനും അവൾ ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി. കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചു. പേരെന്താ മക്കളുടെ? അക്ക, നീങ്കളെ മറക്ക മുടിയുമോ? അന്ന് വാങ്ങിയ അഡ്രസ്സും നമ്പറുമെല്ലാം എവിടെയോ പോയി. എങ്കിലും ജന്മദിനം വരുമ്പോൾ എന്തായാലും എന്നെ ഓർക്കുമെന്ന് അറിയാമായിരുന്നു. ഞാൻ ചിരിച്ചു. ശരിയാണ് നീ പറഞ്ഞത്. നിന്നെ ഓർക്കാൻ എനിക്ക് ആ നിറങ്ങൾ മാത്രം മതിയായിരുന്നു. പലപ്പോഴും ഓർത്തിരുന്നു നിന്നെ, എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടി. അവൾ എൻ്റെ അടുത്ത് നിന്നും ഫോൺ നമ്പർ വാങ്ങി സേവ് ചെയ്തു. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനായി ഞാൻ കടയിൽ കയറാൻ തുടങ്ങി. അവൾ സമ്മതിച്ചില്ല. അതല്ല കുമുദം, എൻ്റെ ഓർമ്മയ്ക്കായി എന്തേലും ഒന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കട്ടെ, നിനക്കും. എൻ്റെ ഒരു സന്തോഷത്തിന്.
ഞാനത് പറഞ്ഞപ്പോൾ കുമുദം ചിരിച്ചു. അക്ക, നിങ്ങളെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട് ഞാൻ അവളെ നോക്കി. വാ മക്കളെ. അവൾ കുട്ടികളെ എൻ്റെ അരികിലേക്ക് നീക്കി നിർത്തി. മക്കളെ, സനാക്കാവുക്ക് പേര് ചൊല്ലിക്കൊട്. മക്കളെ, സനാക്കാവുക്ക് പേര് ചൊല്ലിക്കൊട്. കുട്ടികൾ എന്നെ നോക്കി നാണത്തോടെ ചിരിച്ചു. ചെറിയ മോൾ തലയാട്ടി പറഞ്ഞു, ഞാൻ സ്വര ജയറാം. മൂത്ത മോളും എന്നെ നോക്കി പ്രിയത്തോടെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സന പല്ലവി. അപൂർവമായി മാത്രം ആഘോഷിക്കപ്പെടുന്ന ചില ജന്മദിനങ്ങളിൽ അതിലും അപൂർവമായി മാത്രം ഓർക്കുമായിരുന്ന മൈലാഞ്ചി അണിഞ്ഞ മൈലാഞ്ചി മണത്തെ ഒറ്റയടിക്ക് നിലംപരിശാക്കി കുമുദിനി എൻ്റെ മുന്നിൽ നിന്ന് നിഷ്കളങ്കമായി ചിരിച്ചു. ഇടയ്ക്ക് മാത്രം നിന്നെ ഓർക്കാറുണ്ടായിരുന്നു കുട്ടി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ അഹങ്കാരം സനാ പല്ലവിയുടെ രൂപത്തിൽ എന്നെ നോക്കി കുസൃതി കാട്ടിയോടി. നിറഞ്ഞ കണ്ണുകൾക്കപ്പുറത്ത് സ്നേഹം പൂക്കുന്ന പാടവരമ്പിലൂടെ ആ കുടുംബം നടന്നു പോകുന്നത് മൂടൽ മഞ്ഞിലൂടെ എന്ന വണ്ണം ഞാൻ നോക്കി നിന്നു. അത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നുവെന്ന്. ഇതോടുകൂടി A.V. റൂബീൻ എഴുതിയ അത്രമേൽ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ എഴുതിയ കഥകൾ പ്രവീജാസ് വായനാലോകം വഴി ശ്രോതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 7972882189 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കൂ. കഥകളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ മറക്കരുത്. മുൻപ് വായനാലോകം പരിപാടിക്ക് നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയുമാണ് ഈ പുതിയ ചാനൽ ആരംഭിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം. ഇനിയും കൂടുതൽ മനോഹരമായ കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.